മക്കളെ, CBSE ക്ലാസ് 9 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം ആണ് നാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞതാണ്. ഇന്നത്തെ 4ാമത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഐഡന്റിറ്റീസ് റിലേറ്റിംഗ് ടു സ്ക്വയർ റൂട്ട്സ്, റേഷണലൈസിംഗ് ദ ഡിനോമിനേറ്റർ ആൻഡ് എക്സസൈസ് 1.4 ഇത്രയുമാണ്. ഇന്ന് ആദ്യ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്യുന്നതാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, കഴിഞ്ഞ പാർട്ട് 3 ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് അല്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്തു വെച്ചിരുന്നു. അതിലെ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ അതിലെ ഈ ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് എന്നതിൽ ഈ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന, സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുമെന്നും, കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, A+B=B+A എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ ഈ റിയൽ നമ്പേഴ്സ് ഫോളോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. A+B+C A+B+C എന്ന് പറയുന്ന അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോളോ ചെയ്യും എന്ന് നമ്മൾ കണ്ടു. അതായത് A+B+C AB+AC എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ റേഷണൽ നമ്പേഴ്സ് ഫോളോ ചെയ്യും എന്ന് പറഞ്ഞു. അതായത് മൊത്തം റിയൽ നമ്പേഴ്സ് ഫോളോ ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടിയാണ് പിന്നെ പറഞ്ഞത്. ക്ലോഷർ പ്രോപ്പർട്ടി, റേഷണൽ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുമെങ്കിലും ഇറേഷണൽ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നുകിൽ റേഷണലോ അല്ലെങ്കിൽ ഇറേഷണലോ ആകും. അതായത് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ റിയൽ നമ്പറിന്റെ മൊത്തം സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് ക്ലോഷർ പ്രോപ്പർട്ടിയും ഫോളോ ചെയ്യും എന്നാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കടന്നുപോയത് എങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ പിന്നെ പഠിച്ചത് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ജോമെട്രിക്കലി, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് എങ്ങനെ വരയ്ക്കാമെന്നും, എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന നമ്പറിന്റെ പൊസിഷൻ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓർക്കുണ്ടാവും അല്ലേ? അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സസൈസ് 1.3യിലേക്ക് കടന്നത്. ഇത്രയാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ക്ലിയർ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിൽ ബാക്കി ഏതാണ് ഉണ്ടാവുക? ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? എന്ത് റൂട്ട് എന്താണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ഐഡന്റിറ്റീസ്, സ്ക്വയർ റൂട്ട് നമ്പേഴ്സിന് ഐഡന്റിറ്റീസ് പറയാനുണ്ട്. കൂടാതെ നമുക്ക് ഒരു റേഷണലൈസിംഗ് ദ ഡിനോമിനേറ്റർ ഓഫ് എൻ എക്സ്പ്രഷൻ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സസൈസ് 1.4ലെ പ്രോബ്ലംസ് കൂടി ചെയ്തതിന് ശേഷമാണ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ nth റൂട്ട് എന്താണ് എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് സ്ക്വയർ റൂട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് 2 ആണ് എന്നറിയാം. ഇതാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ഫോം അല്ലേ? റാഡിക്കൽ സിമ്പൽ ഇട്ടുകൊണ്ട് നമ്മൾ ഈ എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ 2² = 4 എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 = 3 implies 3² അതായത് 3⁴ = 9 എന്നാണ്. ഈ 2 എന്ന് പറയുന്ന പവർ ഇവിടെ ഉണ്ട്, നമ്മൾ അത് എഴുതാതെയാണ്. ഈ സെക്കൻഡ് പവറിന് മാത്രം അത് നമ്മൾ നോട്ട് ചെയ്യണം എന്നില്ല. ഇതില്ലെങ്കിലും ഇതിന്റെ അർത്ഥം അവിടെ 2 ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 8 നിങ്ങൾ ക്യൂബ് റൂട്ട് പഠിച്ചതാണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 നിങ്ങൾക്കറിയാം 2 ആണ് അല്ലെ? ഇതിന്റെ അർത്ഥം എന്താണ്? 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ ഇതിന്റെ ആൻസർ, ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ്? 8 ആയിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ക്യൂബ് റൂട്ട് ഓഫ് 64 എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 64 ഏത് നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 64 കിട്ടുക? സെയിം നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 64 കിട്ടും. നമുക്കറിയാം 4 ആണ് അല്ലേ? 4 ആണ് ഇതിന്റെ ആൻസർ.
മൾട്ടിപ്ലൈസ്, ഇതിന്റെ അർത്ഥം ഇത് എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഴുതാം? 4 to the power 3 equal to 64 എന്നാണ്. 4 cubed equal to 64 എന്നാണ്. അങ്ങനെയാണെങ്കിൽ nth root of a എന്ന് പറയുന്നത് b ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് എക്സ്പോണൻസിന്റെ ലാംഗ്വേജിൽ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? നമുക്കറിയാം b to the power n equal to a, b to the power n equal to a, where a is a positive real number, a is a positive real number. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. nth root of a equal to b ആണെങ്കിൽ b to the power n equal to a ആയിരിക്കും. b is a positive number, b also is a positive number. Clear? nth root of a equal to b ആണെങ്കിൽ b to the power n equal to a ആയിരിക്കും. a യും b യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ക്ലിയർ? പിന്നെ ഇതിനെ പവർ ഫ്രാക്ഷൻ ഫോമിൽ റാഷണൽ നമ്പർ ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കുറച്ച് ഈ സെക്ഷനിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് 2നും 3ക്കും ഇടയ്ക്ക് ഇറേഷണൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ ബിറ്റ്വീൻ 2 and 3 നമുക്ക് ഇറേഷണൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ പല രീതികളുണ്ട്. ഡെസിമൽ ഫോമിൽ എഴുതാൻ സാധിക്കും. അത് നമുക്ക് ഡെസിമൽ നമ്പർ 2 ഒക്കെ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും, അല്ലേ? റാഡിക്കൽ സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ സാധിക്കും? 2 എന്ന് പറയുന്നത് √4 ആണ്, 3 എന്ന് പറയുന്നത് √9 ആണ്. ഇതിന്റെ ഇടയിൽ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് √4 പെർഫെക്റ്റ് സ്ക്വയർ 9 പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ എഴുതിയാൽ മതി. എക്സാമ്പിൾ √6, അത് √4നും √9നും ബിറ്റ്വീൻ ആയിരിക്കും. √6 അല്ലേ? അതായത് √4 എന്ന് പറയുന്നത് 2നും 3ക്കും ഇടയിലാണ് √6 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പർ. ഒരെണ്ണമല്ല, നമുക്ക് ഇതിലെ √5, √6, √7, √8 ഇതൊക്കെ എഴുതാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ചോദിക്കാം 2നും 3ക്കും ഇടയ്ക്ക് ഇറേഷണൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഇറേഷണൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാനുള്ള മാർഗം നമുക്ക് ഇത് 2നെ റാഡിക്കൽ ചിഹ്നത്തിന് കൊടുക്കുക, ഇതും റാഡിക്കൽ സൈനിനുള്ളിലേക്ക് കൊടുക്കുക. അതായത് √4ഉം √9നും 9നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ എഴുതുക. ക്ലിയർ? ഒരു റിയൽ നമ്പർ എഴുതിയാൽ നമുക്കത് റേഷണൽ നമ്പർ ആയിരിക്കും. ക്ലിയർ? ഇത് സ്ക്വയർ റൂട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല മക്കളെ, 2നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് 8ന്റെ ക്യൂബ് റൂട്ട് ആണ്, അല്ലേ? 8ന്റെ ക്യൂബ് റൂട്ട് ആണ് 2. അതേപോലെ ഇത് 27ന്റെ ക്യൂബ് റൂട്ട് ആണ്. 3 × 3 × 3 27 ആണ്. അതായത് ഇതിന്റെ ഇടയിലുള്ള ഒരു റേഷണൽ നമ്പർ കാണാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 10 എഴുതാം. 8നും 27നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എഴുതിയാൽ മതി, അല്ലേ? ഈ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണെന്നും ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് 3 ആണെന്നും അറിയാം. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 10 എന്ന് പറയുന്ന ഇറേഷണൽ നമ്പർ ഇത് ഇതിന്റെ ഇടയിലായിരിക്കും. ക്യൂബ് റൂട്ട് ഓഫ് 8നും ക്യൂബ് റൂട്ട് ഓഫ് 27നും ഇടയിലായിരിക്കും. അതായത് 2നും 3ക്കും ഇടയ്ക്കുള്ള ഒരു ഇറേഷണൽ നമ്പറാണ് ക്യൂബ് റൂട്ട് ഓഫ് 10. ക്യൂബ് റൂട്ട് ഓഫ് 10 മാത്രമല്ല, ക്യൂബ് റൂട്ട് ഓഫ് 9, 10, 11 അങ്ങനെ 26 വരെയും അത് നമുക്ക് ഇറേഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മുൻപ് ഡെസിമൽ നമ്പർ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലേ? 2 ഇൻഡിജറിനിടയ്ക്ക് ഇറേഷണൽ നമ്പർ കാണാനുള്ള ക്വസ്റ്റ്യൻസ് എക്സസൈസ് 1.2 ഓർമ്മ അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ക്യൂബ് റൂട്ട് ഓഫ് 1.3 അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു റേഷണൽ നമ്പർ ഇതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് ഐഡന്റിറ്റീസ് റിലേറ്റിംഗ് ടു സ്ക്വയർ റൂട്ട്സ് ആണ്. നമ്മൾ ഐഡന്റിറ്റീസ് 8th ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ പഠിച്ചപ്പോൾ ഐഡന്റിറ്റീസ് പഠിച്ചതാണ്, കുറേയൊക്കെ ഐഡന്റിറ്റീസ് പഠിച്ചതാണ്. അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇതിലും ചില ഐഡന്റിറ്റീസ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, √AB, സ്ക്വയർ റൂട്ട് ഓഫ് AB. ഒരു പ്രൊഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ അതിലെന്ത് ചെയ്താൽ മതി? അതിലെ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടുകളുടെ പ്രൊഡക്റ്റ് കണ്ടാൽ മതി. അതായത് √AB = √A × √B എന്നാണ്. അതായത് √2 × 3 എന്ന് കണ്ടാൽ
നിങ്ങൾക്ക് എങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? √2 ഇൻറ്റു √3 എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ? √2 ഇൻറ്റു √3, √6 എന്ന് പറയുന്നത് √2 ഇൻറ്റു √3 എന്ന് എഴുതാൻ സാധിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. രണ്ടാമത്തെ നോക്കൂ, ഡിവിഷൻ. ക്വോഷ്യന്റ്. ഒരു ക്വോഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ റൂട്ട്സ്. അതായത് √a/b ഈക്വൽ ടു √a/√b എന്നാണ് പറയുന്നത്. ക്ലിയർ? മൂന്നാമത്തെ നോക്കൂ, a plus √a plus √b into √a minus √b equal to a minus b എന്നാണ്. ഇത് കണ്ടുവരികയുണ്ടോ നിങ്ങൾക്ക്? ഇതിലൊക്കെ കണ്ടീഷൻ ഉണ്ട്. എയും ബിയും ഇതിൽ ഉപയോഗിക്കുന്ന ABCD എന്ന് പറയുന്ന നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ഇതിലെ ഈ ഐഡന്റിറ്റി എവിടെയാണ് കണ്ടുവരിക? √a plus √b into √a minus √b. ഇതേപോലെ നമ്മൾ 8ാം ക്ലാസ്സിൽ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. a plus b into a minus b equal to a square minus b square എന്നാണ് പഠിച്ചിരുന്നത് അല്ലേ? ഓർമ്മയില്ലേ മക്കളെ? ഇവിടെ നോക്കൂ, അത് ഉപയോഗിച്ച് √a plus √b into √a minus √b. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ √a-യുടെ സ്ക്വയർ a മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ √b-യുടെ സ്ക്വയർ എന്ന് പറയുന്നത് b. ക്ലിയർ? അവിടെ a plus b into a minus b ആണെങ്കിൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നാണ് പഠിച്ചത്. ഇവിടെ അതിന് റൂട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് a plus √b into a minus √b ഇത് തന്നെയാണ്, ഇതേ മോഡൽ തന്നെയാണ്. നോക്കൂ, ആദ്യത്തെ സ്ക്വയർ a സ്ക്വയർ മൈനസ് രണ്ടാമത്തെ സ്ക്വയർ √b-യുടെ സ്ക്വയർ b. ക്ലിയർ? ഇവിടെ അടുത്തതും നമ്മൾ പഠിച്ചതാണ്. a plus b into c plus d ഓൾജിബ്രൈക് എക്സ്പ്രഷൻ പഠിച്ചതാണ്. ഇവിടെ √a plus √b into √c plus √d പ്രൊഡക്റ്റ് കാണാൻ പഠിച്ചാൽ √a into √c അതായത് √ac plus √a into √d √ad plus √b into √c √bc plus √b into √d √bd. ക്ലിയർ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് √a plus √b ഹോൾ സ്ക്വയർ. a plus b ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു അത്? ഓർക്കൂ, a plus b ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. ഇത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ മാറ്റി പറയാം. അതിന് മക്കളെ തെറ്റിയിട്ട് a പ്ലസ് b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് എഴുതുന്ന കുട്ടികൾ അനവധിയുണ്ട്. അത് തെറ്റാതിരിക്കാനാണ് ഓർഡർ ഒന്ന് മാറ്റി പറഞ്ഞത്. a പ്ലസ് b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയറും b സ്ക്വയറും ആഡ് ചെയ്താൽ മാത്രം പോരാ, പ്ലസ് എന്തിൻ്റെ ab-യുടെ ഡബിൾ ab-യുടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2ab കൂടി എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യണം. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്നാണ് പഠിച്ചത്. ഇവിടെ അതേ രീതിയിൽ നോക്കൂ, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ √a-യുടെ സ്ക്വയർ a പ്ലസ് √b-യുടെ സ്ക്വയർ b പ്ലസ് 2 ഇൻറ്റു √a ഇൻറ്റു √b 2√ab. ക്ലിയർ? അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക. എയും ബിയും സിയും ഡിയും ഇതിൽ ഉപയോഗിച്ച എയും ബിയും സിയും ഡിയും ഒക്കെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഐഡന്റിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നോക്കാം. ഇനി ഞാനിവിടെ 5 പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഫസ്റ്റ് 4√5 into 6√5 എങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം റാഷണൽ നമ്പേഴ്സ് 4 into 6 into ഇനി ഇറഷണൽ പാർട്സ് സ്ക്വയർ റൂട്ട് പാർട്സ് ഏതൊക്കെ? √5 into √5 ഇത് എത്രയായിരിക്കും? നമുക്കറിയാം 4 into 6 24. √5 into √5 എന്താണ് ഐഡന്റിറ്റി പറയുന്നത്? √5 into 5 എന്ന് എഴുതാം. 5 into 5 is equal to 24 into √25 എത്രയാണ്? 5 അല്ലേ? അത് രണ്ട് പ്രാവശ്യം റാഡിക്കൽ സൈനിൻ്റെ ഉള്ളിൽ വന്നാൽ ഒരു പ്രാവശ്യം നമുക്ക് റാഡിക്കൽ സൈനിൻ്റെ പുറമേക്ക് എടുക്കാം. അതിൻ്റെ 24 into 5 എത്രയാണ് വരിക? 20 into 5 100, 4 into 5 20, 120 എന്ന ആൻസർ വരും. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അതായത് റാഡിക്കൽ സൈനിൻ്റെ ഉള്ളിലുള്ള ഇത് തമ്മിൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മാത്രമാണ് ഈ റൂൾ പറയുന്നത്. നെക്സ്റ്റ് ഡിവൈഡ് 21√7 by 7√7 എന്നാണ്. 21√7 by 7√7
ഇവിടെ √7/7 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഇത് ക്യാൻസൽ ആയി പോകും. √7 ബാക്കി 3 എന്ന ആൻസർ വരും. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, 5 + √5 + √7 ഇൻറ്റു √5 മൈനസ് √7 എന്നാണ്. ഇത് ഏത് ഐഡന്റിറ്റിയാണ്? √a + √b ഇൻറ്റു √a മൈനസ് √b അല്ലേ? രണ്ട് √5 √7, ഇവിടെയും √5 √7, ഇവിടെ സമ്മാണ്, ഇവിടെ ഡിഫറൻസ് ആണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ √5ന്റെ സ്ക്വയർ, അതായത് 5 മൈനസ് √7ന്റെ സ്ക്വയർ 7, അതായത് ആൻസർ -2 എന്ന ആൻസർ വരും. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, √5 മൈനസ് √3 ഹോൾ സ്ക്വയർ എന്നാണ്. ഏത് ഐഡന്റിറ്റിയാണ്? √a മൈനസ് √b ഹോൾ സ്ക്വയർ. എന്തായിരുന്നു? ഫസ്റ്റിന്റെ സ്ക്വയർ √5ന്റെ സ്ക്വയർ അല്ലേ, മൈനസ് 2 ഇൻറ്റു √5 ഇൻറ്റു √3, 2 ഇൻറ്റു √5 ഇൻറ്റു √3 പ്ലസ് √3യുടെ സ്ക്വയർ അല്ലേ? കഴിഞ്ഞ കൊല്ലം പഠിച്ച a മൈനസ് b ഹോൾ സ്ക്വയർ പോലെ തന്നെ ഇവിടെ എന്താണ് ആൻസർ വരിക? √5ന്റെ സ്ക്വയർ √5 ഇൻറ്റു √5 √25, അതായത് 5 എന്ന ആൻസർ വരും. 5 മൈനസ് 2 ഇൻറ്റു √5 ഇൻറ്റു √3, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. √5 ഇൻറ്റു 3 എന്നായെഴുതാം. √15, 2√15 പ്ലസ് √3യുടെ സ്ക്വയർ, √3യുടെ സ്ക്വയർ 3 എന്ന് കിട്ടും. അതായത് ആൻസർ 5 + 3 8 മൈനസ് 2√15 എന്ന് കിട്ടും. മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, ഇത് 4 നമ്പേഴ്സ് ആണ് അല്ലേ? ഇങ്ങനെ വന്നാൽ നമുക്ക് 3 കൊണ്ട് ഇതിൽ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6, 3 പ്ലസ് 3 ഇൻറ്റു √2 3√2. ആദ്യം ഫസ്റ്റ് കൊണ്ട് ഫസ്റ്റിനെ, പിന്നെ ഫസ്റ്റ് കൊണ്ട് സെക്കൻഡിനെ മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് കൊണ്ട് ഇതിൽ ഓരോന്നിനെയും സെക്കൻഡ് കൊണ്ട് √3 കൊണ്ട് ഇൻറ്റു 2 √3 ഇൻറ്റു 2, ഞാൻ 2 ആദ്യം ഇതാണ് 2√3 പ്ലസ് √3 ഇൻറ്റു √2 √3 ഇൻറ്റു √2. ക്ലിയർ? അപ്പോൾ എത്ര ആൻസർ വരും? 6 പ്ലസ് 3√2 പ്ലസ് 2√3 √3 ഇൻറ്റു √2 √3 ഇൻറ്റു √2 √6. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. മനസ്സിലായില്ലേ? ഇതാണ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കും. അടുത്ത സെക്ഷൻ റേഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണത്. റേഷണലൈസ് ദ ഡിനോമിനേറ്റർ. എന്താണ് മക്കളെ റേഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷന്റെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് ഉള്ള ഒരു ടേം ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റാഡിക്കൽ സൈനുള്ള ഒരു ടേം ഉണ്ടെങ്കിൽ, ഇത് ഒരു ഇറേഷണൽ നമ്പറാണ് അല്ലേ? മനസ്സിലായില്ലേ? ഈ ഇറേഷണൽ നമ്പറിനെ നമ്മൾ റേഷണലൈസ് ചെയ്യണം. റേഷണൽ നമ്പർ ആക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. അതായത് നമ്മൾ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. ആ എക്സ്പ്രഷന്റെ ഡിനോമിനേറ്ററിൽ ഈ റാഡിക്കൽ സൈൻ ഉണ്ടാകാൻ പാടില്ല, സ്ക്വയർ റൂട്ട് കാണാൻ പാടില്ല. അതായത് ഇതൊരു ഇറേഷണൽ നമ്പർ ആവാൻ പാടില്ല, റേഷണൽ നമ്പർ ആയിരിക്കണം എന്നർത്ഥം. മനസ്സിലായില്ലേ? അതായത് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് 1/a + √b എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും പോസിറ്റീവ് ആണ്, ബി പോസിറ്റീവ് ആണ് എന്ന് പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ബി എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം, സ്ക്വയർ റൂട്ട് എടുക്കേണ്ടതാണ് അല്ലേ? അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1/a + √bക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പ്രഷൻ കാണാൻ പോവുകയാണ്. ഞാൻ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് വില വ്യത്യാസം വരില്ലല്ലോ. ആ 1ന് പകരം ഞാൻ എടുക്കുന്നത് a + √b എന്നുള്ളത് മാറാൻ വേണ്ടി, ഈ റൂട്ട് ഇല്ലാതെയാവാൻ വേണ്ടി ഞാൻ ഇതിനെ a + b × a - b, അതായത് a + √b ആണെങ്കിൽ a - √b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a - b √b കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ a - √b കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ ന്യൂമറേറ്ററിനെയും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, a - √b. ഓക്കെ, എങ്കിൽ ഇപ്പോഴെന്തായി വരും? 1 × a - √b എന്ന് പറഞ്ഞാൽ a - √b തന്നെ ന്യൂമറേറ്റർ വരും.
ഡിനോമിനേറ്റർ എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി. എന്തായിരിക്കും വരിക? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം അല്ലേ, ഐഡന്റിറ്റി. എന്തായിരിക്കും വരിക? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് റൂട്ട് ബിയുടെ സ്ക്വയർ ബി എന്ന് വരും. നോക്കൂ, ഇവിടെ സ്ക്വയർ റൂട്ട് ടേം ഉണ്ടോ? ഡിനോമിനേറ്ററിൽ ഇല്ലല്ലോ. ഇതൊരു റാഷണൽ നമ്പറാണ്. എ സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്, ഇറേഷണൽ അല്ല. അപ്പൊ അതായത് നമ്മൾ ഇതിന് ഈക്വലന്റ് ആണ് തന്ന എക്സ്പ്രഷനെ 1/a പ്ലസ് റൂട്ട് ബി എന്ന ഈ എക്സ്പ്രഷനെ ഈക്വലന്റ് എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടെത്തിയത്. പക്ഷേ നാം തന്നതിൽ ഇറേഷണൽ ഡിനോമിനേറ്റർ ആയിരുന്നത് ഇവിടെ റാഷണൽ ഡിനോമിനേറ്റർ ആയി മാറി. ഇതിനെയാണ് റേഷണലൈസിങ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എക്കും ബിക്കും ഒക്കെ വരാം, മാറ്റം വരാം. എ 0 ആണെങ്കിൽ ഇവിടെ സ്ക്വയർ റൂട്ട് എല്ലാം മാത്രമായിട്ട് ടേം വരാം. ക്ലിയർ ആയില്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കാം. റേഷണലൈസിങ് എന്ന് പറയുന്നത് ഒരു തന്ന എക്സ്പ്രഷനെ അതിന്റെ ഡിനോമിനേറ്റർ ഇറേഷണൽ നമ്പർ ഉള്ളത് റേഷണൽ നമ്പർ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് റേഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? മനസ്സിലായില്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കൂടുതൽ മനസ്സിലായി കിട്ടും. ഫസ്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 1/√2 എന്ന ഈ നമ്പറിനെ ഒന്ന് എടുക്കാം. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കലാണ്. ഇവിടെ നമുക്ക് റാഡിക്കൽ സ്ക്വയർ റൂട്ട് ടേം മാത്രമേ ഉള്ളൂ ഇതിൽ അല്ലേ. അപ്പൊ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം √2 മാത്രമാണെങ്കിൽ ഇതേ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇതിന് ഈക്വലന്റ് കിട്ടാൻ വേണ്ടി 1/√2വിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എ പ്ലസ് റൂട്ട് ബി എന്നുള്ളതിൽ എ 0 പോയി എന്നർത്ഥം. അതായത് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറി? √2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2, റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 അല്ലേ. √4 അതായത് 2 ആണ്. √2/2 എന്ന് വരും. ഇപ്പൊ നമ്മൾ എന്താ കണ്ടെത്തിയത്? 1/√2 എന്ന ഇതേ നമ്പറിന് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് √2/2 എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 1/√2 എന്ന് പറയുന്ന നമ്പറിന്റെ അതേ വില തന്നെയാണ്, വാല്യൂ തന്നെയാണ് √2/2. √2ന്റെ ഹാഫ് ആണ് ഇത്. √2/2 എന്ന് പറഞ്ഞാൽ √2 എന്ന നമ്പറിന്റെ ഹാഫ്. അതാണ് ഈ 1/√2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ഇറേഷണൽ നമ്പറിനെ എങ്ങനെ നമ്മൾ നമ്പർ ലൈനിൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/√2ന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണ് 1/√2നെ നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താൻ ഡയറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചിട്ടില്ല. പക്ഷേ √2നെ അടയാളപ്പെടുത്താൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്താൽ മതി. √2നെ അടയാളപ്പെടുത്തുക എങ്ങനെയാ? 0, 1 യൂണിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? 1ൽ 1 യൂണിറ്റ് പെർപെൻഡിക്കുലർ വരച്ച് ഞാൻ റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്, അളവെടുത്തിട്ടല്ല കേട്ടോ. 0ൽ നിന്ന് 1 യൂണിറ്റ്, ആ 1 യൂണിറ്റ് തന്നെ ഇവിടെ എടുത്താൽ നമുക്കറിയാം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √2 യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ √2 നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തത്. ഇനി 0 മുതൽ ഈ പി വരെയുള്ള ഈ ദൂരമാണ്, ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് √2 അല്ലേ. ഈ √2 ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ കിട്ടാൻ ഇതാണ് √2 എന്ന നമ്പറിന്റെ പൊസിഷൻ അല്ലേ മക്കളെ. ഞാനിവിടെ എ കൊടുത്താൽ എ റെപ്രസെന്റ്സ് √2. നമുക്ക് പക്ഷേ √2വിനെ അല്ലല്ലോ കാണാൻ പറഞ്ഞേ. √2 0ൽ നിന്ന് √2 യൂണിറ്റ് നീങ്ങിയാൽ ഇവിടെ എത്തുമെന്ന്. നമുക്ക് √2 യൂണിറ്റ് നീങ്ങണ്ട, അതിന്റെ ഹാഫ് നീങ്ങിയാൽ മതി എന്നാണ്. അപ്പൊ മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദൂരത്തിന്റെ ഹാഫ് വന്നാൽ മതി ഇവിടുന്ന് മുന്നോട്ട്. എങ്ങനെയാണ് ഇതിന്റെ ഹാഫ് കാണുക? സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു യൂണിറ്റ് ആണ് √2. അതിന്റെ ഹാഫ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തണമെങ്കിൽ അതിന്റെ 2 എൻഡ് പോയിന്റ് നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ, ഹാഫിൽ കൂടുതൽ എടുത്ത് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം √2 ആണെങ്കിൽ ഇത് ഹാഫ് √2 ആവും, √2വിന്റെ പകുതിയാവും, ഇതും √2വിന്റെ പകുതിയാവും. അത് ഇവിടെ വെച്ചല്ലേ നമുക്ക് ചെയ്യാം. √2 എന്ന ഡിസ്റ്റൻസിന്റെ ഹാഫ് 0ൽ കോമ്പസ് കുത്തി പകുതിയേക്കാൾ കൂടുതൽ ദൂരം എടുത്ത് ആർക്ക് കട്ട് ചെയ്താൽ അല്ലേ, ഇവിടെയും അതേ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്താൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതായിരിക്കും ആ √2, 0 മുതൽ √2 വരെയുള്ള ദൂരത്തിന്റെ ഹാഫ് ഡിസ്റ്റൻസ്. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? √2വിന്റെ ഹാഫിനെ √2/2
എന്ന പോയിന്റ്, അത് തന്നെയാണ് 1/√2 എന്ന പോയിന്റ്. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ സൂത്രങ്ങൾ ഉണ്ട് എന്ന ഐഡിയ പറയാൻ വേണ്ടി 1/√2 കാണുമ്പോൾ ഇതെനിക്ക് പറ്റില്ല, നമ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറില്ലേ. 1/√2വിനെ ഈക്വലൻ്റ് ആയിട്ടുള്ള റേഷണൽ ഡിനോമിനേറ്ററുള്ള ഫോം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഈ √2 ഇവിടെ √3 ആണെങ്കിൽ √3യുടെ പകുതി, √3യുടെ 3 ഭാഗം, അങ്ങനെ എന്താണ് അവന് ചോദിച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ക്ലിയർ? ഇവിടെ √2ന്റെ ഹാഫ് ആണ് കൊണ്ട് √2 ഡിസ്റ്റൻസിന്റെ പകുതി ദൂരം മിഡ് പോയിന്റ് കണ്ടെത്താനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത്. ക്ലിയർ? അത് നമ്മൾ ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. 1/√5 + √2 rationalize the denominator എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/√5 + √2 എങ്ങനെ ഇത് ചെയ്യുമെന്ന് ആലോചിച്ചു. 1/√5 + √2 ഇതിന് ഈക്വലന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? √5 + √2 നമുക്കറിയാം a + b × a - b, അതായത് √5 - √2 കൊണ്ട് കോൺജുഗേറ്റ് എന്ന് പറയും ഇതിന്. √5 - √2 ന്യൂമറേറ്ററും അതേ നമ്പർ കൊണ്ട് തന്നെ √5 - √2. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറും? √5 - √2 ഡിവൈഡഡ് ബൈ, ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ √5 + √2 × √5 - √2 എന്ത് വരും? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ √5ന്റെ സ്ക്വയർ 5 √2വിന്റെ സ്ക്വയർ അതായത് 2. ഇവിടെ ഉപയോഗിച്ച ഐഡന്റിറ്റി നമുക്ക് എഴുതി വെക്കാം. എന്താണ്? √a + √b × √a - √b എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ വില a - b എന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് വരും? √5 - √2 ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഈ 1/√5 + √2 എന്ന ഈ എക്സ്പ്രഷൻ ഈക്വലന്റ് ആയിട്ടുള്ള റേഷണൽ നമ്പർ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് ഇനി √2ന്റെ വാല്യൂ √5ന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ആ വില ചേർത്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡിനോമിനേറ്ററിലെ ആ വില ചേർത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല. ഒരു ഇറേഷണൽ നമ്പറിന്റെ വാല്യൂ നമ്മൾ ഡിവിഷൻ ആയിട്ട് ഡിനോമിനേറ്ററിൽ കൊടുത്ത് നമുക്ക് ഇതിന്റെ ഈ എക്സ്പ്രഷന്റെ വില കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു നോൺ ടെർമിനേറ്റ് നമുക്ക് അറിയാത്ത ഒരു വില കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് a and b if 2 + √3/2 - √3 = a + b√3. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നത് എന്താണ്? 2 + √3 ഡിവൈഡഡ് ബൈ 2 - √3 എന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലേ, സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈക്വലന്റ് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ഇതിനെ 2 + √3 ഡിവൈഡഡ് ബൈ 2 - √3, ഇതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 - √3 ആണ് ഡിനോമിനേറ്റർ എങ്കിൽ 2 + √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ന്യൂമറേറ്ററിനെയും സെയിം 2 + √3 അല്ലേ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ എന്ത് വരും? 2 + √3 × 2 + √3 2 + √3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 + √3 × 2 - √3 എന്ത് ചെയ്യും? 2 സ്ക്വയർ -√3 സ്ക്വയർ 2 സ്ക്വയർ 4 √3യുടെ സ്ക്വയർ അതായത് 3 എന്ന് വരും. That is, this is same as 4 - 3 1 ആണ്. അപ്പോൾ ആൻസർ 2 + √3യുടെ സ്ക്വയർ. അപ്പോൾ ഇത് എന്താണ്? 2 + √3 ഹോൾ സ്ക്വയർ. ഫസ്റ്റിന്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 2 × 2 × √3. ഐഡന്റിറ്റി യൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയണം. a + b ഹോൾ സ്ക്വയർ = a സ്ക്വയർ + 2ab + b സ്ക്വയർ അല്ലേ, പ്ലസ് √3യുടെ സ്ക്വയർ. ഇവിടെ എന്ത് വന്നു? 4 + 2 × 2 4 √3 പ്ലസ് √3യുടെ സ്ക്വയർ 3. 4ഉം 3യും കൂടി ആഡ് ചെയ്താൽ ഇത് രണ്ടും റേഷണൽ നമ്പറാണ്. 4ഉം 3യും ആഡ് ചെയ്താൽ 7 + 4 √3 എന്നാണ് വന്നത്.
പക്ഷേ ഇത് ഏതിനോട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? എ പ്ലസ് ബി റൂട്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് LHS ആണ്, ലെഫ്റ്റ് സൈഡ് ആണ് അല്ലേ? LHS ഈക്വൽ ടു RHS. അതായത് 7 പ്ലസ് 4 റൂട്ട് 3 എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ് എന്നാണ് തന്നിട്ടുള്ളത്? എ പ്ലസ് ബി റൂട്ട് 3 ഈക്വൽ ആണ്. ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? 7 എന്ന് പറയുന്നത് എ ആണെന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ? ഇത് കമ്പയർ ചെയ്താൽ ഇവിടുത്തെ റേഷണൽ നമ്പർ എ ആണ്, ഇവിടെ 7 ആണ്. എ ഈക്വൽ ടു 7. എ ഈക്വൽ ടു 7. ബി എന്ന് പറയുന്നതോ ബി റൂട്ട് 3 ഈക്വൽ ടു 4 റൂട്ട് 3. അതായത് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. എയും A7 B4. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കാതെ ഇതുപോലെ നിങ്ങൾ റേഷണലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്തത് നമുക്ക് എക്സസൈസ് 1.4 നോക്കാം മക്കളെ. എക്സസൈസ് 1.4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറേഷണൽ എന്നാണ്. ഒന്നാമത്തേത് 2 മൈനസ് റൂട്ട് 5. 2 മൈനസ് റൂട്ട് 5 2 റേഷണൽ ആണ്, റൂട്ട് 5 ഇറേഷണൽ ആണ്. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചത് പ്രകാരം ഒരു റേഷണലും ഇറേഷണലും ചേർന്നാൽ എന്ത് കിട്ടും? ഒരു ഇറേഷണൽ നമ്പറാണ് കിട്ടുക. 2 മൈനസ് റൂട്ട് 5 ഇറേഷണൽ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23. 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23 എന്നാണ്. ഇത് നമുക്ക് 3 പ്ലസ് റൂട്ട് 23 ബ്രാക്കറ്റ് നീക്കം ചെയ്താൽ ഇങ്ങനെ വരും അല്ലേ? ഇത് 0 ആയി പോകും. ബാക്കി എന്താണ്? 3 ആണ്. 3 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഒരു റേഷണൽ നമ്പറാണ്. അപ്പൊ ആൻസർ റേഷണൽ നമ്പറാണ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, 2 റൂട്ട് 7 ബൈ 7 റൂട്ട് 7. 2 റൂട്ട് 7 ബൈ 7 റൂട്ട് 7. 2 റൂട്ട് 7 ബൈ 7 റൂട്ട് 7. ഇതൊന്നും ക്യാൻസൽ ആയി. ബാക്കി 2 ബൈ 7. 2 ബൈ 7 is a rational number. rational number. നെക്സ്റ്റ് 1 ബൈ റൂട്ട് 2 ആണ്. 1 ബൈ റൂട്ട് 2 നമുക്കറിയാം. 1 ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് റേഷണലിനെ ഇറേഷണൽ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അതെപ്പോഴും ഒരു ഇറേഷണൽ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 2 പൈ. പൈ എന്ന് പറയുന്നത് ഒരു ഇറേഷണൽ നമ്പറാണ്. അതുകൊണ്ട് 2 കൊണ്ട് ഒരു റേഷണൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറേഷണൽ നമ്പർ ആയിരിക്കും. റേഷണൽ ഇൻറ്റു ഇറേഷണൽ എപ്പോഴും ഒരു ഇറേഷണൽ നമ്പർ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് എന്നുള്ളത്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? നമുക്ക് ഇത് A പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി കോമ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3 കൊണ്ട് റൂട്ട് 2നെ, പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3, പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 അല്ലേ? അപ്പോൾ എന്ത് വന്നു? 6 പ്ലസ് 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് റൂട്ട് 6. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 3 മൈനസ് റൂട്ട് 3 അല്ലേ? ഏത് ഐഡന്റിറ്റിയാണ്? ഓർമ്മയില്ലേ? ആ ഐഡന്റിറ്റി യൂസ് ചെയ്യുക. ഇവിടെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി, അതായത് 3 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന ആൻസർ വരും. That is 9 minus 3 equal to 6 എന്നാണ് ഇതിൻ്റെ റിസൾട്ട്. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? A പ്ലസ് ബി ഹോൾ സ്ക്വയർ. റൂട്ട് A പ്ലസ് റൂട്ട് ബി സ്ക്വയർ ഐഡന്റിറ്റി. റൂട്ട് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A, അതായത് 5 പ്ലസ് 2 റൂട്ട് A B എന്നാണ്. 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു 10 2 5 ഇൻറ്റു 2 10 പ്ലസ് റൂട്ട് ബി സ്ക്വയർ അതായത് ബി, അതായത് ഇവിടെ 7 പ്ലസ് 2 റൂട്ട് 10. ഇവിടെ ഉപയോഗിച്ച ഐഡന്റിറ്റി വേണമെങ്കിൽ എഴുതി വയ്ക്കാം. റൂട്ട് A പ്ലസ് റൂട്ട് ബി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? A പ്ലസ് 2 റൂട്ട് എ ബി പ്ലസ് ബി എന്നതാണ്. സിമ്പിൾ അല്ലേ? നിങ്ങൾ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ഇവിടെ അത് റൂട്ട് ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി ആണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2. സിമ്പിൾ അല്ലേ?
നമുക്ക് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, റൂട്ട് എ മൈനസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ പ്ലസ് റൂട്ട് ബി അല്ലേ. അതായത് ആൻസർ വരുന്നത് റൂട്ട് 5 സ്ക്വയർ, അതായത് 5 മൈനസ് ബി സ്ക്വയർ, അതായത് റൂട്ടിൻ്റെ സ്ക്വയർ 3 എന്ന ആൻസർ വരും. ഐഡന്റിറ്റി സൈഡിലെ എഴുതി വെക്കാൻ മറക്കല്ലേ കേട്ടോ. മക്കൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റീകോൾ പൈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ സർക്കംഫറൻസ് സേ z ഓഫ് എ സർക്കിൾ ടു ഇറ്റ്സ് ഡയമീറ്റർ സേ d എന്നാണ്. ദാറ്റ് ഈസ് പൈ ഈക്വൽ ടു c ബൈ d. This seems to contradict the fact that pi is irrational. How will you resolve this contradiction എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ ഇതിലൊരു കോൺട്രഡിക്ഷനും ഇല്ല. നമുക്ക് പൈയുടെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ എക്സ്പെരിമെന്റിൽ കൂടി സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടെത്തിയത് അല്ലേ. സർക്കംഫറൻസും ഡയമീറ്ററും നമ്മൾ അളക്കാൻ ഉപയോഗിച്ച ലെങ്ത് അളക്കാൻ ഉപയോഗിച്ചത് സ്കെയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസോ ആണ്. നമ്മൾ അളക്കാൻ ഉപയോഗിച്ച ആ സ്കെയിലോ ഡിവൈസ് കൊണ്ടോ അളക്കാൻ പറ്റാത്ത, ആക്യുറേറ്റ് ആയിട്ട് അളക്കാൻ പറ്റാത്ത ഒരളവായിരിക്കും അതിലെ സർക്കംഫറൻസോ അല്ലെങ്കിൽ ഡയമീറ്ററോ. അതായത് സർക്കംഫറൻസോ ഡയമീറ്ററോ ഏതെങ്കിലും നമുക്ക് ഇറേഷണൽ നമ്പർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു റേഷണൽ നമ്പറിൻ്റെ അടുത്തുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ റേഷണൽ നമ്പറായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് അതിൻ്റെ ആൻസർ ഇതാണ്, സർക്കംഫറൻസും ഡയമീറ്ററോ ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് അതിൽ ഇറേഷണൽ നമ്പർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് സർക്കംഫറൻസ് ആവാം, ഡയമീറ്റർ ആവാം. പക്ഷേ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സർക്കംഫറൻസോ ഡയമീറ്ററോ ഇറേഷണൽ നമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതൊരു ഇറേഷണൽ നമ്പർ ആവും. പൈയുടെ വാല്യൂ ഇറേഷണൽ നമ്പർ ആവും. പൈയുടെ വാല്യൂ ഇറേഷണൽ നമ്പർ ആണ്. പക്ഷേ നമ്മൾ സൗകര്യത്തിന് വേണ്ടി പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മളതൊരു അപ്രോക്സിമേറ്റ് റേഷണൽ നമ്പർ 22/7 എന്ന ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനോ സ്വീകരിക്കുകയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. ക്ലിയർ? അതുകൊണ്ട് അത് അതിൻ്റെ റേഷണൽ വാല്യൂ അല്ല, അത് അപ്രോക്സിമേറ്റ് റേഷണൽ നമ്പർ ആണ് എന്നർത്ഥം. 22/7 അതിൻ്റെ എക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല. ഇത് ഞാൻ മുൻപ് ഇൻട്രൊഡക്ഷൻ സമയത്തും റേഷണൽ നമ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലിയർ? അതുകൊണ്ട് ഇതിലൊരു കോൺട്രഡിക്ഷൻ്റെയും പ്രശ്നമില്ല. പൈ ഉറപ്പായും ഒരു റേഷണൽ നമ്പർ തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് റൂട്ട് ഓഫ് 9.3 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞതാണ്, പാർട്ട് 3യിൽ ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ്, റേഷണലൈസ് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ്. നമ്മൾ പറഞ്ഞാണ് 1/√7 1/√2 ഒക്കെ ഇവിടെ പറഞ്ഞു പോയതാണ്. അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളൂ. 1/√5 + √2 അത് ക്ലാസ്സിൽ ഇവിടെ ചെയ്തതാണ്. ഇപ്പോഴ് പിന്നെ രണ്ടെണ്ണമാണ് ചെയ്യാത്തതുള്ളൂ. 1/√7 - √6. സിമ്പിൾ അല്ലേ? √7 + -√6 ആണ് ഡിനോമിനേറ്റർ. അതുകൊണ്ട് നിങ്ങൾ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും √7 + √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 1/√7 - 2 എന്നുള്ളതാണ്. 1/√7 - 2 വന്നാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് √7 + 2 കൊണ്ട്. √7 + 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിൽ √7 + 2 തന്നെ വരും. താഴെ √7 സ്ക്വയർ, അതായത് 7 - 2 സ്ക്വയർ 4 എന്ന് വരും. മനസ്സിലായില്ലേ? അതായത് √7 + 2/3 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. വളരെ സിമ്പിളാണ് റേഷണലൈസ് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സസൈസ് 1.4 പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മക്കളെ? നമ്മൾ ഐഡൻറ്റിറ്റീസ്, സ്ക്വയർ റൂട്ട് യൂസ് ചെയ്തുള്ള ഐഡൻറ്റിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് റൂട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് കൂടുതലായിട്ട് നമ്മൾ ലോസ് ഓഫ് എക്സ്പൊണൻസിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പിന്നീട് എങ്ങനെയാണ് റേഷണലൈസിങ് ചെയ്യുക, ഒരു ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ട് ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെയാണ് റേഷണലൈസ് ചെയ്യുക എന്നതാണ് പിന്നീട് പറഞ്ഞത്. പിന്നീട് നമ്മൾ എക്സസൈസ് 1.4ലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർട്ട് 3 വരെ കണ്ട കുട്ടികൾക്ക് പാർട്ട് 4 കണ്ടാൽ കുറച്ചും കൂടിയും കണ്ടിന്യൂറ്റി കിട്ടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മുൻ പാർട്ടുകൾ പോയി കാണണം. ക്ലിയർ? ഇനി നമുക്കൊരു ചെറിയ സെക്ഷൻ മാത്രമേ ഈ ചാപ്റ്ററിൽ ബാക്കി നിൽക്കുള്ളൂ, ലോസ് ഓഫ് എക്സ്പൊണൻസ്. ലോസ് ഓഫ് എക്സ്പൊണൻസ് വളരെ സിമ്പിളാണ്. ആ ടോപ്പിക്കും കൂടി അടുത്ത ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും മറ്റേ പ്രധാനപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.
അതുകൊണ്ട് പാർട്ട് 5 കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പാർട്ട് 5 കാണണം, നിർബന്ധമായും കാണുമല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.